സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. കോഴി വിലയിലെ അനിയന്ത്രിതമായ കുതിച്ചുചാട്ടം ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഹോട്ടലുകളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രത്തോളം വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിക്കന് മീറ്റ് നമ്മൾ വാങ്ങുമ്പോൾ 240 മുതൽ 250 രൂപ വരെയാണ് ഒരു കിലോ ചിക്കന് റേറ്റ് വരുന്നത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും, ഗ്യാസ്, പാചകവാതകത്തിന്റെ അരി, കയമ അരി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലുകള്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓയിലുകൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളടക്കമുള്ള, അതുപോലെ തന്നെയാണ് നമുക്ക് നികുതികളും ലൈസൻസ് ഫീസുകളും അന്യായമായി കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഈ മേഖല കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ ഇതില് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട്, മാർക്കറ്റില് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഗവൺമെന്റ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിപണിയിലെ കൃത്രിമമായ കോഴിവില വർധനവ് മൂലം കോഴി വിഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കോഴിയിറച്ചിക്ക് പുറമെ പാചകവാതകം, അരി, പരിപ്പ് വർഗ്ഗങ്ങൾ, പാചക എണ്ണ, വെളിച്ചെണ്ണ, പച്ചക്കറി, മത്സ്യം തുടങ്ങിയ സകല നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നത് ഈ മേഖലയുടെ നട്ടലൊടിക്കുന്നു. സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പുറമെ വർദ്ധിപ്പിച്ച കറന്റ് ചാർജ്, ലൈസൻസ് ഫീസുകൾ, വിവിധ നികുതികൾ എന്നിവ കൂടി ചേരുന്നതോടെ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. നിത്യേന എന്നോണം വർദ്ധിക്കുന്ന ചെലവുകൾക്കനുസരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൂട്ടാനും പ്രതിസന്ധി നേരിടുകയാണ്. എന്നാൽ പഴയ നിരക്കിൽ വിഭവങ്ങൾ നൽകുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കടക്കെണിക്കും കാരണമാകുന്നു. ഈ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ CH സമദ്, KT രഘു, A മൊയ്തീൻകുട്ടി ഹാജി, PP അബ്ദുറഹ്മാൻ, ബഷീർ, റിലക്സ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.